എല്ലാവർക്കും നമസ്കാരം. ഒരു പത്രവാർത്ത കേട്ടിരുന്നു. ഫലപ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്ന ഉടനെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും എന്ന്. അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ, അറിയാതെ പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ സമർപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനമായിരിക്കണം. ഔദ്യോഗികമായിട്ട് ഫലപ്രഖ്യാപനം നടത്തിയിരിക്കണം. അത് കഴിഞ്ഞ ശേഷം മുന്നണിയായിട്ടോ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയായിട്ടോ ജയിക്കുന്ന ഭൂരിപക്ഷം കിട്ടുന്ന ആളുകളുടെ യോഗം കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കൂടി അതിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ആ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഗവർണറെ കണ്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നൽകേണ്ടതാണ്. ഞങ്ങളുടെ മുന്നണിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട്, ആയതുകൊണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയെ, പാർട്ടിയെ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയെ, ഞങ്ങളുടെ നേതാവിനെ ക്ഷണിക്കണം എന്ന് ഗവർണറെ ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട്. ഗവർണർ ഈ ഫലപ്രഖ്യാപനത്തിൻ്റെ നിയമവശങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം അവകാശവാദം ഉന്നയിച്ച, അതായത് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച നേതൃത്വത്തെ ഔദ്യോഗികമായിട്ട് അറിയിക്കും, ക്ഷണിക്കും, സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കും. അത് കഴിഞ്ഞിട്ടാണ് സ്ഥലം, തീയതി, സമയം നിശ്ചയിച്ച് നേതൃത്വത്തെ അറിയിച്ച് അവരുടെ നേതൃത്വത്തിൽ ആണ് ഗവർണറുടെ മുന്നിൽ വെച്ചാണ് മന്ത്രിസഭാ അംഗങ്ങൾ, മുഖ്യമന്ത്രി, പ്രധാനപ്പെട്ട മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് ഒരു അറിവിലേക്കായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.